അതാണ് നമ്മൾ പറഞ്ഞത് തഖ്ലീസ് എന്ന് പറഞ്ഞില്ലേ, സെപ്പറേറ്റ് ആക്കുക. എന്തിനെ സെപ്പറേറ്റ് ആക്കുക? മുദാരിനെ ഹാലിന് സെപ്പറേറ്റ് ആക്കുക, അല്ലെങ്കിൽ എന്തിനെ സെപ്പറേറ്റ് ആക്കുക? മുസ്തഖ്ബിലിന്. അപ്പോ ഹാലിന് പിന്നെ സെപ്പറേറ്റ് ആക്കാൻ ഉദ്ദേശിച്ചാൽ എന്ത് ചെയ്താൽ മതി? ലാ എന്ന അക്ഷരം കൂട്ടി കൊടുത്താൽ മതി. ലയളിബു എന്താ അർത്ഥം? അവൻ ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇനി പറയാൻ പോകുന്നത് ഫസ്ലുൻ വൽ ഫിഇലുൽ മുസ്തഖ്ബിലു. എങ്ങനെ വായിച്ചത്? വൽ ഫിഇലുൽ മുസ്തഖ്ബിലു റഫഉൻ 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 ലിവുഖൂഇഹി മൗഖിഅൽ ഇസ്മി. നഹ്വു സയ്യിദുൻ യദ്രിബു മാലം യദ്ഖുൽ അലൈഹി ഹർഫുൻ നാസിബുൻ ഫതൻസിബുഹു നഹ്വു ലയദ്രിബ ഔ ഹർഫുൻ ജാസിമുൻ ഫതജ്സിമുഹു ലം യദ്രിബ് വവുഖൂഉഹു മൗഖിഅൽ ഇസ്മി ഹുവ അന്നക ഇദാ ഖുൽത മറർത ബിറജുലിൻ യദ്രിബു ഫകഅന്നക ഖുൽത മറർതു ബിറജുലിൻ ളാരിബിൻ വഹുവ ഇസ്മുൽ ഫാഇലി. നോക്കിക്കോളി. ഫസ്ലുൻ, ഇതൊരു ഫസ്ലാണ്, ഒരു അധ്യായമാണിത്. അവിടെ ഹാദാ ഫസ്ലുൻ എന്നുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഫസ്ലു എന്നുള്ളത് എന്താണ്? കളയപ്പെട്ട മുബ്തദയുടെ ഖബറാണ്. വൽ ഫിഇലുൽ മുസ്തഖ്ബലു, മുസ്തഖ്ബലായ ഫിഇല്. വൽ ഫിഇലുൽ മുസ്തഖ്ബിലു, ഏത് ഫിഇല്? മുസ്തഖ്ബിലായ ഫിഇല്. മുസ്തഖ്ബിലായ ഫിഇല്. റഫ്ഉൻ, അത് റഫആക്കപ്പെട്ടതാണ്. എന്താക്കപ്പെട്ടതാണ്? റഫഅ ചെയ്യപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ മുളാരിയായ ഫിഇലിന് എന്തുണ്ടാകും? റഫഅ ഉണ്ടാവും. ആ റഫഅ ഏതിലുണ്ടാവൂല? മാലിക്കും ഉണ്ടാവൂല, ആർക്കും ഉണ്ടാവൂല, അമ്രനും ഉണ്ടാവൂല. അത് രണ്ടും മബിനിയല്ലേ? അതെ. മാലി ഫത്തഹിന്റെ മേൽ മബിനിയാണ്. അംർ ഫീൽ എന്തിന്റെ മേൽ മബിനിയാണ്? സുക്കൂനിന്റെ മേൽ മബിനി. അപ്പൊ അവിടെ റഫഅ വരാനുള്ള സാധ്യത ആർക്ക് മാത്രമേ ഉള്ളൂ? മുളാരിയായ ഫീലിന് അഥവാ മുസ്തഖ്ബിലായ ഫീലിന്. അപ്പൊ വൽ ഫിഇലുൽ മുസ്തഖ്ബിലു എന്താണ് അർത്ഥം? എന്താർത്ഥം? മുസ്തഖ്ബിലായ ഫിഇല്. റഫഉൻ, അത് റഫഅ ചെയ്യപ്പെട്ടതാണ്. റഫഉൻ തന്നെ എന്താ അർത്ഥം? ചെയ്യപ്പെട്ടതാണ്. റഫഅ എന്നുള്ള മസ്ദറിന് മർഫൂ എന്നതിന്റെ അർത്ഥം റഫഉൻ, അത് റഫഅ ചെയ്യപ്പെട്ടതാണ്. എന്താ പറഞ്ഞേ? മുസ്തഖ്ബിലായ ഫീൽ എന്താണ്? റഫഅ ചെയ്യപ്പെട്ടതാണ്. അതാ അവിടെ ഒരു സെന്റൻസ് പൂർത്തിയായി. മുബ്തദ വന്നു, ഏതും വന്നു, ഖബറും വന്നു. അപ്പൊ അതോടുകൂടെ ഏത് പൂർത്തിയായി? അവിടെ സെന്റൻസ് പൂർണ്ണമായി. എന്താ അർത്ഥം? വൽ ഫീലിൽ മുസ്തഖ്ബിലോ,
മുസ്തഖ്ബിലായ ഫിഇല് റഫ്ഉ ചെയ്യപ്പെട്ടതാണ്. അപ്പൊ എന്താ അൽ ഫീലു എന്നുള്ളതിന്റെ തർക്കീബ് എന്താ? അൽ ഫീലു എന്നുള്ളതിന്റെ തർക്കീബ് എന്താ? മുബ്തദ. അലക്ക ഒരു നൗണ് വരുമ്പോ താഴേക്കും മേലക്കൊന്നും ചിന്തിക്കേണ്ട യാതൊരു ആവശ്യമല്ല. പെട്ടെന്ന് പറയേണ്ടതാണ് ഏത് എന്ന് പറയാ മുബ്തദ. എങ്ങനത്തെ ഫീല്? അൽ മുസ്തഖ്ബിലു, മുസ്തഖ്ബിലായ ഫീല്. തർക്കീബ് നഅത്ത്. റഫ്ഉൻ, അത് റഫഅ ചെയ്യപ്പെട്ടതാണ്. എന്തായി? ഖബർ. അപ്പൊ ഏത് പൂർത്തിയായി? സെന്റൻസ് പൂർത്തിയായി. പൂർത്തിയായി. ഇനി എന്തുകൊണ്ടാണ് മുളാരിക്ക് റഫഅ വരാനുള്ള കാരണം? മുളാരിക്ക് എന്ത് വരാനുള്ള കാരണം? നമ്മൾ ആദ്യം പഠിച്ചിരിക്കുന്നത് മുളാരിയ ഫീലിന് എപ്പോഴാ റഫഅ ഉണ്ടാവുക? എപ്പോഴാ മുളാരിയ ഫീലിന് റഫഅ ഉണ്ടാവുക? മുളാരിന്റെ മുമ്പ് ഏതും ഉണ്ടാവൂല. നസ്ബിന്റെ അദാത്ത് ഉണ്ടാവൂല. അൻ, ലൻ, കൈ, ഇദൻ. പിന്നെ ഏതുണ്ടാവൂല? ജസ്മിന്റെ അദാത്തും ഉണ്ടാവൂല. ഏതാ ജസ്മിന്റെ അദാത്ത്? ലം. പിന്നെ ലമ്മ. പിന്നെ ലാമുൽ അംരി, ലാമുൻ നഹി. അത് രണ്ടും ഇല്ലാത്തപ്പോഴാണ് മുളാരിയ ഫീലിന് എന്ത് കിട്ടുക? റഫഅ കിട്ടുക. അത് ഒരു വിഭാഗം ആളുകളുടെ അഭിപ്രായം അങ്ങനെയാണ്. ഒരു വിഭാഗം ആളുകൾ പറയുന്നത് മുളാരിയ ഫീലിന് റഫഅ ചെയ്യാനുള്ള ന്യായം എന്താണ്? അതിന്റെ മുമ്പ് ഏതില്ല? നസ്ബിന്റെ അദാത്തുകളോ ജസ്മിന്റെ അദാത്തുകളോ ഇല്ലെങ്കിൽ ജസ്മിന്റെ അദാത്തുമില്ല. അപ്പോഴാണ് മുളാരിയ ഫീലിന് എന്ത് കിട്ടുക? റഫ്ഉ കിട്ടുക. അതാണ് ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. എന്നാൽ അതിന് വിരുദ്ധമായി വേറൊരു വിഭാഗം പറയുന്നുണ്ട്. ഓല് മുളാരിയ ഫീലിന് റഫഅ കിട്ടാനുള്ള കാരണം എന്താ അറിയോ? ലിവുഖൂഇഹി, ആ മുളാരിയായ ഫീല് സംഭവിച്ചതിന് വേണ്ടി. മൗഖി അൽ ഇസ്മി, ആരുടെ സ്ഥാനത്ത്? ഇസ്മിന്റെ സ്ഥാനത്ത്. എന്ന് പറഞ്ഞാൽ മുളാരിയായ ഫീല് വന്ന സ്ഥലത്ത് ഏത് വരാൻ കഴിയും? ഇസ്മ വരാൻ കഴിയും. അപ്പോ മുളാരിയായ ഫീലിനെ റഫഅ ചെയ്യാനുള്ള ന്യായം എന്താ പറയുന്നത്? ലിവുഖൂഇഹി, വഖാറിനെ സംഭവിക്കാന്ന. ലിവുഖൂഇഹി, ആര് സംഭവിച്ചതിന് വേണ്ടി? ആര് സംഭവിച്ചതിന് വേണ്ടി? മുളാരി. ആര്? ഈ എന്ന് പറഞ്ഞ ലമീർ കൊടുക്കാൻ മടങ്ങണേ. ലിവുഖൂഇഹി, റഫയിലേക്ക് അപ്പൊ മടങ്ങണേ. മുസ്തഖ്ബിലേക്ക് ലമീർ മടങ്ങുമ്പോഴൊക്കെ ശ്രദ്ധിച്ചോളി. റഫയിലേക്കാണ്. ലിവുഖൂഇഹി എന്ന് പറഞ്ഞാൽ ആ മുസ്തഖ്ബിലായ ഫീല്, ആ മുദാരിയായ ഫീല്. ആ മുദാരിയായ ഫീല് സംഭവിച്ചതിന് വേണ്ടി ഏതിന്റെ സ്ഥാനത്ത് സംഭവിച്ചു? മൗഖി അൽ ഇസ്മി, ഏതിന്റെ സ്ഥാനത്ത്? ഇസ്മിന്റെ സ്ഥാനത്ത് എന്ന് പറഞ്ഞത് ഇസ്മിന്റെ സ്ഥാനത്താണ് ഏത് സംഭവിക്കുന്നത്? മുദാരി സംഭവിക്കുന്നത്. അപ്പോ മുദാരിയായ ഫീലിന് റഫഅ ചെയ്യാൻ, റഫഅ കിട്ടാൻ ഇവര് പറയുന്ന ന്യായം എന്താ? മുദാരിയായ ഫീല് ഏതിന്റെ സ്ഥാനത്ത് വരും? ഇസ്മിന്റെ സ്ഥാനത്ത് വരും. അപ്പൊ ഇസ്മിന് ഏതുണ്ടാവും? റഫഅ ഉണ്ടാവും. അതേപോലെ ആർക്കും റഫഅ കിട്ടും? അപ്പൊ മുദാരിക്കും റഫഅ കിട്ടും. ഇസ്മിന് ഏതായാലും എന്തുണ്ടാകും? റഫഅ ഉണ്ടാവും. അപ്പൊ ആ ഇസ്മിന്റെ സ്ഥാനത്ത് വരുന്ന മുദാരിയായ ഫീലിനും എന്തുണ്ടാകും? റഫഅ ഉണ്ടാവും. അതാ ലിവുഖൂഇഹി, ആ മുദാരിയായ ഫീല് സംഭവിച്ചതിന് വേണ്ടി. മൗഖി അൽ ഇസ്മി, ഇസ്മിന്റെ സ്ഥാനത്ത് സംഭവിച്ചതിന് വേണ്ടി. അപ്പൊ മുദാരിയായ ഫീലിന് എപ്പോഴാണ്
റഫഅ കിട്ടുക എന്നുള്ളതില് പ്രബലമായ രണ്ട് അഭിപ്രായം ഉള്ളത്. ഒന്നാമത്തെ അഭിപ്രായം എന്താ? മുലാരിന്റെ മുമ്പ് ഏതും ഇല്ല. ജസ്മിന്റെ അദാത്തില്ല, ഏതിന്റെ അദാത്തുമില്ല? ജസ്മിന്റെയും അദാത്തില്ല. അപ്പോഴാണ് മുലാരിയായ ഫീലിന് എന്ത് കിട്ടുക? അതാണ് ഒരു കൂട്ടം പണ്ഡിതന്മാരുടെ അഭിപ്രായം. എന്നാൽ രണ്ടാമതൊരു വിഭാഗം പണ്ഡിതന്മാര് പറയുന്നത് അങ്ങനെയല്ല. ഈ മുലാരിയായ ഫീല് എതിന്റെ സ്ഥാനത്ത് സംഭവിക്കുന്നുണ്ട്? ഇസ്മിന്റെ സ്ഥാനത്ത് സംഭവിക്കുന്നുണ്ട്. അത് അലിവുഖൂഇഹി, ആ മുലാരിയായ ഫീല് സംഭവിച്ചതിന് വേണ്ടി മൗഖിഅൽ ഇസ്മി, എതിന്റെ സ്ഥാനത്ത്? ഇസ്മിന്റെ സ്ഥാനത്ത്. അതുകൊണ്ടാണ് മുലാരിയ മുസ്തഖബിലിന് ഏത് കിട്ടുന്നത്? റഫ്അ കിട്ടുന്നത്. നോക്കിക്കോളി. നഹ്വു ഉദാഹരണം, സൈദുൻ യളിരിബു. എന്താ അർത്ഥം? സൈദ് എന്ത് ചെയ്യും? അടിക്കും. എവിടെ മുലാരി? യളിരിബു. അപ്പൊ അവിടെ ഏത് കിട്ടിയിരിക്കണേ? റഫ്അ കിട്ടിയിട്ടുണ്ട്. കിട്ടി. എന്തുകൊണ്ടാ കാരണം? ആ മുലാരിയായ ഫീല് എന്തിന്റെ സ്ഥാനത്ത് സംഭവിച്ചതാണ്? ഇസ്മിന്റെ സ്ഥാനത്ത് സംഭവിച്ചതാണ്. ഇനി എങ്ങനെയാണ് ഇസ്മിനെ പിടിക്കുക? ലറബന്റെ ഇസ്മു ഫായിൽ ഏതാ? ലാരിബുൻ. അപ്പൊ ലാരിബിന്റെ സ്ഥാനാണ് ആർക്കുള്ളത്? യളിരിബുനുള്ളത്. സൈദുൻ ലാരിബുൻ, സൈദ് അടിക്കുന്നവനാണ്. സൈദുൻ യളിരിബു എന്ന് പറയുമ്പോ ആ യളിരിബു എന്നുള്ളതിന് അതിന്റെ പോസ്റ്റാണ് കൊടുക്കുന്നത്. ലാരിബിന്റെ പോസ്റ്റാണ് കൊടുക്കുന്നത്. അതാ പറഞ്ഞത് ലിവുഖൂഇഹി, ആ മുലാരിയായ ഫീല് മുസ്തഖ്ബിലായ ഫീല് സംഭവിച്ചതിന് വേണ്ടി മൗഖിഅൽ ഇസ്മി, അതിന്റെ സ്ഥാനത്തെ? ഇസ്മിന്റെ സ്ഥാനത്ത്. അപ്പൊ ഇവിടെ യളിരിബു എന്നുള്ള മുലാരിയായ ഫീലിന് റഫഅ കിട്ടിയത് എന്തുകൊണ്ടാ? യളിരിബു എന്നുള്ള മുലാരിക്ക് അതിന്റെ പോസ്റ്റാ ഉള്ളത്? ലാരിബിന്റെ പോസ്റ്റാണ് ഉള്ളത്. തിരിഞ്ഞോ? ഇനി എന്തേലും മനസ്സിലാക്കാണ്ടോ? ഇല്ല. സൈദുൻ ലാരിബുൻ, സൈദ് അടിക്കുന്നവനാണ്. അതായത് സൈദുൻ യളിരിബു എന്ന് പറയുമ്പോ യളിരിബുന് അതിന്റെ പോസ്റ്റ് ഉണ്ട്. ലാരിബുൻ എന്നതിന്റെ പോസ്റ്റാണ് ഉള്ളത്. ആ ലാരിബിന്റെ സ്ഥാനത്താണ് ആര് വന്നിക്കണത്? യളിരിബു വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് യളിരിബു എന്നുള്ളതിന് എന്ത് കിട്ടിയത്? റഫ്അ കിട്ടിയത്. അതാണ് ആ പറയുന്നത്. അതായത് അതിന്റെ അപ്പുറം ചിന്തിക്കാനൊന്നും അതിലില്ല. അപ്പൊ ലിവുഖൂഇഹി എന്താ അർത്ഥം? ഏത് സംഭവിച്ചതിന് വേണ്ടി? മുലാരിയായ ഫീല് മുസ്തഖ്ബിലായ ഫീല് സംഭവിച്ചതിന് വേണ്ടി. ലാമർഫ് ലാമർഫ് ജാറ് വുഖൂഇ മജ്റൂർ പ്ലസ് മുളാഫ് മുളാഫുൻ ഇലൈഹി മൗഖിഅൽ ഇസ്മി, ഇസ്മിന്റെ സ്ഥാനത്ത്. മൗഖിഅ ലർഫ്, അതിന് വേറെ തർക്കീബുണ്ട്, മഫ്ഊല് ഫീ ആണ്, പിന്നെ പഠിക്കും. മൗഖിഅ എന്നുള്ളത് മുളാഫ്, ഇസ്മി എന്നുള്ളത് ഏതാണ്? മുളാഫുൻ ഇലൈഹി. അപ്പൊ എന്താ നിങ്ങൾ പഠിച്ചേ? രണ്ട് മുലാരിയായ ഫീലിന് റഫഅ ലഭിക്കാൻ രണ്ട് കാരണങ്ങളാണ് പണ്ഡിതന്മാര് പറയുന്നത്. ഒന്നാമത്തെ കാരണം, മുലാരിയായ ഫീലിന്റെ മുമ്പ് ഏതില്ലാതിരിക്കുക? നസ്ബിന്റെയോ ജസ്മിന്റെയോ അദാത്തും ഇല്ലാതിരിക്കുക. അതാണ് ഒരു കൂട്ടം ആളുകളുടെ ന്യായം. അപ്പൊ സൈദുൻ യളിരിബു പറയുന്നത് അവർക്കും തെളിവാണ്. കാരണം ഇവിടെ യളിരിബു എന്നുള്ളതിന് മുമ്പ് ഏതില്ല? ജസ്മിന്റെയോ നസ്ബിന്റെയോ അദാത്തില്ല. പിന്നെ ഏതില്ല? ജസ്മിന്റെ ഇല്ല, പിന്നെ നസ്ബിന്റെ ഇല്ല. അപ്പൊ റഫഅ കിട്ടി. വേറൊരു വിഭാഗം പറയണ അങ്ങനെയല്ല. യളിരിബു എന്നുള്ള മുലാരി ഏതിന്റെ സ്ഥാനത്ത് വന്നതാണ്? ലാരിബ് എന്നുള്ളതിന്റെ സ്ഥാനത്ത് വന്നതാ. അപ്പൊ ലാരിബിന് റഫഅ ഉള്ളത് പോലെ ഇസ്മിന് റഫഅ ഉള്ളത് പോലെ ആർക്കും റഫഅ കിട്ടും?
മുലാരിയ ഫീലിനും മുലാരിയ റഫ കിട്ടും. ഫീലിനും റഫഅ കിട്ടും. സെയ്ദുൻ യളിരിബു, സെയ്ദുൻ സെയ്ദ്, യളിരിബു അവനടിക്കും. എന്താ തർക്കീബ്? സെയ്ദുൻ മുബത്തദ മുബ്തദ. യളിരിബു അവനടിക്കും. എന്തൊക്കെയുണ്ട്? ഫീലുണ്ട്, ഫായിലുണ്ട്, പിന്നെ എന്തും കൂടിയാണ്? ഖബർ ഖബറാണ്. ഏതിന്റെ ഖബറ്? സയ്യിദുൽ സെയ്ദിന്റെ ഖബറാണ്. നോക്കോളി, ഇപ്പൊ റഫ കിട്ടാനുള്ള മാർഗം പറഞ്ഞു. എന്നാ ജസ്മിന്റെ അദാത്ത് വന്നാലോ നസ്ബിന്റെ അദാത്ത് വന്നാലോ മുലാരിയ ഫീലിന് ഏതുണ്ടാവൂല? റഫ് ഉണ്ടാവൂല. അപ്പൊ ഉണ്ടാവൂല. ജസ്മിന്റെ അദാത്ത് വന്നാൽ എന്താ ഉണ്ടാവുക? ജിസ്മുണ്ട്. ജസ്മ ഉണ്ടാവുക. നസ്ബിന്റെ അദാത്ത് വന്നാലോ നസ്ബും. എന്താ ഉണ്ടാവുക? നസ്ബ് ഉണ്ടാവും. നസ്ബ് ഉണ്ടാവും. അതാണ് ഇനി പറയാൻ പോണേ. മാലം യദ്ഖുൽ അലൈഹി, ആ മുലാരിന്റെ മേലിൽ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ ഹർഫുനാസിബിൻ അല്ലെങ്കിൽ ഹർഫുനാസിബുൻ. ഏത് പ്രവേശിച്ചിട്ടില്ലെങ്കിൽ? നസ്ബ് ചെയ്യുന്ന അക്ഷരം എന്ത് ചെയ്തിട്ടില്ലെങ്കിൽ? പ്രവേശിച്ചിട്ടില്ലെങ്കിലാണ് എന്തുണ്ടാകുക? എന്തുണ്ടാകുക? നസ്ബ് ചെയ്യുന്ന അക്ഷരം പ്രവേശിച്ചിട്ടില്ലെങ്കിലാണ് മുലാരിക്ക് എന്തുണ്ടാകുക? റഫ് ഉണ്ടാവുക. അപ്പോഴുണ്ടാകുക. അതാ മാലം യദ്ഖുൽ, പ്രവേശിച്ചിട്ടില്ലെങ്കിൽ, അലൈഹി, ആ മുലാരിയുടെ മേലിൽ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ. എന്ത് പ്രവേശിച്ചിട്ടില്ലെങ്കിൽ? ഹർഫുൻ നാസിബുൻ. ഏത്? എന്ത് പ്രവേശിച്ചിട്ടില്ലെങ്കിൽ? നസ്ബിന്റെ ഹർഫ്. ഹർഫ്. ഹർഫ് പറഞ്ഞ അക്ഷരം. നാസിബ് എന്ന് പറഞ്ഞാൽ നസ്ബ് ചെയ്യുന്ന. നസബ, നസ്ബ് ചെയ്തു. അതിന്റെ എന്താണ് നാസിബ് എന്നുള്ളത്? ഇസ്മു ഫായില്. ഇസ്മു ഫായില. അപ്പൊ ഹർഫുൻ നാസിബുൻ ഏത് പ്രവേശിച്ചിട്ടില്ലെങ്കിൽ? നസ്ബിന്റെ ഹർഫ് നസ്ബ് ചെയ്യുന്ന അദാത്ത് പ്രവേശിച്ചിട്ടില്ലെങ്കിൽ. ഹർഫു നാസിബിൻ എന്ന് വെക്കാം. നസ്ബിന്റെ അക്ഷരം പ്രവേശിച്ചിട്ടില്ലെങ്കിൽ അപ്പൊ മുലാഫ് മുലാഫിലിയായി. ഹർഫുൻ നാസിബുൻ, നസ്ബ് ചെയ്യുന്ന അക്ഷരം എന്ന് പറയുമ്പോ ഞാനടുത്ത് മജ്‌ലൂസ് വായിക്കാം. രണ്ടും പറ്റും. ഹർഫു നാസിബിൻ എന്ന് വായിക്കാം, പിന്നെ അങ്ങനെ വായിക്കാം. നമ്മൾ ഹർഫുൻ നാസിബിൻ എന്ന് നോക്കാം. നസ്ബ് ചെയ്യുന്ന അക്ഷരം പ്രവേശിച്ചിട്ടില്ലെങ്കിൽ അങ്ങോട്ട് പോകണം. പ്രവേശിച്ചിട്ടില്ലെങ്കിലാണ് ആർക്ക് റഫ ഉണ്ടാവുക? മുലാരിയ ഫീലിന്. അങ്ങോട്ടാ പോണ്ടത്. പ്രവേശിച്ചിട്ടില്ലെങ്കിലാണ് തൊള്ളൊളിച്ചിരിക്കാനല്ല. എന്താണ് അവിടെ അർത്ഥം? നസ്ബ് ചെയ്യുന്ന അക്ഷരം പ്രവേശിച്ചിട്ടില്ലെങ്കിലാണ് അവിടെ ഏതുണ്ടാകുക? മുലാരിക്ക് ഏതുണ്ടാകുക? റഫ ഉണ്ടാകുക. മാലം യദ്ഖുൽ, പ്രവേശിച്ചിട്ടില്ലെങ്കിൽ. ആ മാ എന്നുള്ളത് ഒരു പ്രത്യേക തർക്കീബാണ്, പിന്നെ പഠിക്കും. ലം യദ്ഖുൽ, ലം ഹർഫ് ജാസിം. ലം യദ്ഖുൽ അലൈഹി, ആ മുലാരിയുടെ മേലിൽ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ. എന്ത് പ്രവേശിച്ചിട്ടില്ലെങ്കിൽ? അലൈഹി, ലം ജാസിം, യദ്ഖുൽ ഫിഇലുൻ, പിന്നെ മജ്സൂമുൻ ബിസ്സുകൂൻ. അലൈഹി, ആ മുലാരിയായ ഫീലിന്റെ മേലിൽ. ഹർഫ് ഈ എന്ത് പ്രവേശിച്ചിട്ടില്ലെങ്കിൽ? ഹർഫുൻ നാസിബുൻ. ഏത് പ്രവേശിച്ചിട്ടില്ലെങ്കിൽ? അക്ഷരം പ്രവേശിച്ചിട്ട്. അപ്പൊ ഏതാ പ്രവേശിക്കണേ? ഏതാ പ്രവേശിക്കണേ? നാസിബുൻ, നസ്ബ് ചെയ്യുന്ന അക്ഷരം. അപ്പൊ യദ്ഖുൽ പറഞ്ഞതിൽ ഫീല് മാത്രമേ ഉള്ളൂ, ഫായിൽ അതിലില്ല. ഏതാ ഫായില് അറിയോ? ഏതാ പ്രവേശിക്കുന്നത്? മാലം യദ്ഖുൽ അലൈഹി, ആ മുലാരിയുടെ മേലിൽ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ. എന്ത് പ്രവേശിച്ചിട്ടില്ലെങ്കിൽ? ഹർഫുൻ നാസിബുൻ, നസ്ബ് ചെയ്യുന്ന അക്ഷരം. അപ്പൊ ഫായിൽ ഏതാ? ഹർഫ് എന്നുള്ളതാണ് ഫായില്.
നാസിബ് എന്നുള്ളത് എന്തുവാണ്? ഞഴുത്ത് നഅത്താണ്. അപ്പൊ ഹർഫുൻ ഫായില് നാസിബുൻ നഅത്ത്. അങ്ങനെ നസ്ബിന്റെ അക്ഷരം പ്രവേശിച്ചാൽ ഫതൻസിബു അപ്പോൾ നീ നസ്ബ് ചെയ്യും. ഹു ആർക്ക്? ഹു പറഞ്ഞാൽ ആർക്ക്? മുലാരിയ ഫീൽ മുളാരിയായ ഫീൽ. അങ്ങനെ നസ്ബിന്റെ അക്ഷരം പ്രവേശിച്ചാൽ ഫതൻസിബു എന്താർത്ഥം? നസ്ബ് ചെയ്യും. അത് ഫതൻസിബു നീ നീ നസ്ബ് നീ ചെയ്യും. നസ്ബ് ചെയ്യും. ഹു ആ മുളാരിയായ ഫീലിന് ഫാ എന്നുള്ളത് വേറെയാണ്. നസബ നസ്ബ് ചെയ്തു. തൻസിബു ആര് നസ്ബ് ചെയ്യും? അന്ത. അപ്പൊ ആരാ? നീ നസ്ബ് ചെയ്യും. ഹു ആർക്ക്? മുലാരിയ ഫീൽ ആ മുളാരിയായ ഫീലിന്. ആ മുളാരിയായ ഫീലിന് നീ നസ്ബ് ചെയ്യും. ആ ഉസ്താദ് ചെറിയൊരു കൺഫ്യൂഷൻ വന്ന് മാലം യദഖുൽ എന്ന് പറഞ്ഞാല് പ്രവേശിച്ചിട്ടില്ലെങ്കിൽ ഇല്ലെങ്കിൽ അലൈഹി അതിന്റെ മേൽ ആ മുളാരിന്റെ മേലില് ഹർഫു ഹർഫുൻ നാസിബുൻ നാസിബുൻ നസ്ബിന്റെ അദാത്തുകൾ നസ്ബിന്റെ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ അക്ഷരം പ്രവേശിച്ചിട്ടില്ലെങ്കിൽ നസ്ബിന്റെ അക്ഷരം പ്രവേശിച്ചിട്ടില്ലെങ്കിൽ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ ജസ്മ എന്ത് ചെയ്തോ? റഫ ചെയ്യും. റഫ് ഇനി ചെയ്യും. പ്രവേശിച്ചാലോ? ഫതൻസിബു അവിടെ പ്രവേശിച്ചാൽ കൂട്ടി കൊടുക്കണം. ഓക്കെ അങ്ങനെ നസ്ബിന്റെ അക്ഷരം പ്രവേശിച്ചാൽ ഫതൻസിബു ആര് നസ്ബ് ചെയ്യും? നീ നസ്ബ് ചെയ്യും. ഹു ആർക്ക് നസ്ബ് ചെയ്യും? മുളാരിയ ഫീലിന്. മുളാരിയായ ഫീലിന്. അപ്പൊ തൻസിബു പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ട്? ഫീലുണ്ട്, ഫീലിന്റെ ഫായിലുണ്ട്, മഫ്ഊലും ബിഹിയുണ്ട്. ഫീലുണ്ട്, ഫായിലുണ്ട്, മഫ്ഊലും ബിഹിയുണ്ട്. അപ്പൊ മുളാരിയായ ഫീലിന് റഫഅ ചെയ്യൽ എപ്പോഴാണ്? അതിന്റെ മേലിൽ ഏത് പ്രവേശിക്കാതിരിക്കുമ്പോ? നസ്ബ് ചെയ്യുന്ന ഉദാഹരണം. നസ്ബ് ചെയ്യുന്ന ഉദാഹരണം എന്താ പറയുന്നത്? നഹ്വു ലയ്യളിരിബ അവൻ അടിക്കുകയില്ല. അപ്പൊ യളിരിബു എന്നുള്ള ഫീലിന്റെ മുമ്പ് ഏതുണ്ട് അവിടെ? ലെന്നുണ്ട്. അപ്പൊ ഞാൻ അവിടെ മുളാരിക്ക് റഫ ചെയ്യാൻ പറ്റൂല. എന്ത് ചെയ്യണം? നസ്ബ് ചെയ്യണം. നസ്ബ് ചെയ്തിട്ട് എങ്ങനെയാ പറയാ? ലയ്യളിരിബ അവൻ അടിക്കൂല. അല്ലെങ്കിൽ ഔ ഹർഫുൻ ജാസിമുൻ അല്ലെങ്കിൽ ജസ്മ് ചെയ്യുന്ന അക്ഷരം പ്രവേശിച്ചിട്ടില്ലെങ്കിലാണ് റഫ ഉണ്ടാകുക. എങ്ങോട്ടാ ആത്തിഫ് പറയങ്ങള്? എവിടുക്കാ? അതിന്റെ മുമ്പ് ഏത് പ്രവേശിച്ചിട്ടില്ലെങ്കിൽ എന്താ പറഞ്ഞേ? ഹർഫുൻ നാസിബുൻ നസ്ബ് ചെയ്യുന്ന അക്ഷരം പ്രവേശിച്ചിട്ടില്ലെങ്കിലാണ് റഫ ഉണ്ടാകുക. ഔ ഹർഫുൻ ജാസിമുൻ അല്ലെങ്കിൽ ഏത് പ്രവേശിച്ചിട്ടില്ലെങ്കിലാണ് റഫ ഉണ്ടാകുക? ജസ്മിന്റെ അക്ഷരങ്ങൾ അദാത്തുകൾ പ്രവേശിച്ചിട്ടില്ലെങ്കിലാണ്. എന്താ അർത്ഥം? ഔ ഹർഫുൻ ജാസിമുൻ അല്ലെങ്കിൽ ഏത് പ്രവേശിക്കാതിരിക്കുമ്പോഴാണ്? ജസ്മിന്റെ ഹർഫ് പ്രവേശിക്കാതിരിക്കുമ്പോഴാണ് മുളാരിയ ഫീൽ എന്ത് കിട്ടുക? റഫഅ കിട്ടുക. അപ്പൊ ഇനി ജസ്മിന്റെ അക്ഷരം പ്രവേശിച്ചില്ല എന്തുണ്ടാവൂല? റഫ് ഉണ്ടാവില്ല. എന്തുണ്ടാവുള്ളൂ? ജസ്മേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ജസ്മിന്റെ അദാത്തിൽ പ്രവേശിച്ചാൽ അപ്പോൾ നീ ജസ്മ് ചെയ്യും. മുളാരിയ ഫീലിന് ജസ്മ് ചെയ്യും. ജസമ എന്താർത്ഥം? ചെയ്യും. യജ്സിമു ജസ്മ് ചെയ്യും. തജ്സിമു എന്താർത്ഥം? നീ ജസ്മ് ചെയ്യും. അപ്പൊ ഫതജ്സിമു അപ്പോൾ നീ നസ്ബ് ചെയ്യും, ജസ്മ് ചെയ്യും. ആർക്ക്? മുളാരിയ ഫീലിന്. ഫതജ്സിമു അപ്പോൾ നീ ജസ്മ് ചെയ്യും. ഹു ആർക്ക് ജസ്മ് ചെയ്യും? മുളാരിയ ഫീലിന്. പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ട്? ഫിഅലുണ്ട്, ഫായിലുണ്ട്, മഫ്ഊൽ ബിഹിണ്ട്. ഫായിലുണ്ട് ഏതുണ്ട്? മഫ്ഊൽ ബിഹിണ്ട്. നീ എന്നുള്ളതാണ് ഫായില്. നോക്കിക്കോ. നഹ്വു ലം യളിരിബ്. നഹ്വു പറഞ്ഞ എന്താ അർത്ഥം? ലം യളിരിബ് അവൻ അടിച്ചിട്ടില്ല. അവിടെ യളിരിബ് എന്ന് പറയുന്ന മുളാരിയ ഫീലിന് എന്തുണ്ട്? ജസ്മ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ജസ്മ കിട്ടിയത്? ലം ഉള്ളത് കൊണ്ട്. ലം വന്നിട്ടുണ്ട്. അപ്പൊ മുളാരിയായ ഫീലിന് എപ്പോഴാണ് ജസ്മ കിട്ടുക?
അതിന്റെ മുമ്പ് ഏതും ഏതും ഇല്ലെങ്കിലാണ് ജസ്മിന്റെയോ ജസ്മിന്റെയോ അതാത്തുകൾ നസ്ബിന്റെയും നസ്ബിന്റെയും മതാത്തുകൾ അദാത്തുകൾ ഇല്ലെങ്കിൽ ഇല്ലാതിരിക്കുമ്പോഴാണ്. അതാണ് ഒരു കാരണം. ആദ്യം പറഞ്ഞ കാരണം എന്താ? എന്തുകൊണ്ടാ മുലാരിയ ഫീലിന് റഫ കിട്ടുന്ന ഇസ്മിന്റെ സ്ഥാനത്താണ് മുലാരിയ ഫീൽ വരുന്നത്. അത് അതിന്റെ ഒരു ഉദാഹരണം അയാൾ പറയാണ്. നോക്കോളി, വേറെ ഹു വേറെ, മുലാഫ് മുലാഫിലയ്യ. എങ്ങനെ വായിക്കേണ്ടത്? ആ മുലാരിയായ ഫീല് സംഭവിക്കല്. ഉക്കു പറഞ്ഞ എന്താ അർത്ഥം? സംഭവിക്ക. ആ മുലാരിയായ ഫീല് സംഭവിക്കൽ മൗഖിയൽ ഇസ്മി, ഏതിന്റെ സ്ഥാനത്ത്? ഇസ്മിന്റെ സ്ഥാനത്ത് സംഭവിക്കുക എന്നത് ഹുവ അത്, അന്നക തീർച്ചയായിട്ടും നീ, ഇദാ കുൽത. എന്താ ഇദാ കുൽത? നീ പറയുമ്പോൾ. ഇദാ കുൽത പറഞ്ഞ എന്താ? നീ പറഞ്ഞാൽ. എന്ത് പറഞ്ഞു? മറർത്തു, ഞാൻ നടന്നു, ബിറജുലിൻ, ആരടുത്ത് കൂടെ? ഒരു പുരുഷന്റെ അടുത്തൂടെ. കൂടെ ഞാൻ നടന്നു. എങ്ങനത്തെ പുരുഷനാണ്? യളിരിബു, അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? അടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ എവിടെ മുലാരി? എവിടെ? യളിരിബു. അങ്ങനെ നീ പറഞ്ഞാൽ ഫക അന്നക, നീ ആയതുപോലെയാണ്, ഖുൽത, നീ പറഞ്ഞതുപോലെയാണ്, മറർത്തു ബിറജിലിൻ ളാരിബിൻ എന്ന് പറഞ്ഞതുപോലെയാണ്. മറർത്തു ബിറജുലിൻ ളാരിബിൻ എന്ന് പറഞ്ഞതുപോലെയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താ ഇപ്പൊ മനസ്സിലായത്? വാരിബിന്റെ സ്ഥാനത്താണ് ഇവിടെ രണ്ടാമത് പറഞ്ഞില്ലേ? എവിടെ? ആ മുലാരിയായ ഫീല് സംഭവിക്കുക എന്നത് മൗഖിയൽ ഇസ്മി, ഏതിന്റെ സ്ഥാനത്ത്? ഇസ്മിന്റെ സ്ഥാനത്ത് സംഭവിക്കുക എന്ന് പറഞ്ഞത് പൂർത്തിയായിട്ടില്ല. ഇനിയും പറയാണ് ഹുവ അത്, അന്നക, എന്താ അർത്ഥം? അന്നക്കാരന് എന്താ അർത്ഥം? തീർച്ചയായും നീ. ഇദാ കുൽത, എന്താ അർത്ഥം? നീ പറഞ്ഞാൽ. എന്താ പറഞ്ഞത്? ഇജ്ജ് മറർത്തു, എന്താ അർത്ഥം? ഞാൻ നടന്നു. ബിറജുലിൻ, ഒരു പുരുഷന്റെ അടുത്തുകൂടെ. പുരുഷനാണ്? യളിരിബു, അവൻ എന്താക്കുന്നുണ്ട്? അടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുരുഷന്റെ അടുത്ത് കൂടെ ഞാൻ നടന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെ മുലാരി? അങ്ങനെ പറഞ്ഞാൽ ഫക അന്നക, നീ ആയതുപോലെയായി. കാനന ആയതുപോലെയായി എന്നാ. എന്താ കാനന്റെ പേരെന്താ? തശ്ബീഹ്. ആയതുപോലെയായി എന്നാണ് അർത്ഥം. ഫക അന്നക, നീ ആയതുപോലെയായി. കുൽത, നീ എന്തായവനെ പോലെയായി? പറഞ്ഞവനെ പോലെയായി. എന്ത് പറഞ്ഞവനെ പോലെയായി? മറർത്തു ബിറജിലിൻ ളാരിബിൻ, അടിക്കുന്ന ഒരു പുരുഷന്റെ നടന്നവനെ പോലെ എന്ന് പറഞ്ഞത് പോലെയാണ്. അതുപോലെ ആദ്യം പറഞ്ഞ യളിരിബു ഏതിന്റെ സ്ഥാനത്താണ്? ലാരിബിൻ എന്ന്, അതായത് മറർത്തു ബിറജുലിൻ ളാരിബിൻ എന്ന് പറഞ്ഞതിന്റെ സ്ഥാനാണ് ആർക്കുള്ളത്? മറർത്തു ബിറജുലിൻ യളിരിബു എന്ന് പറഞ്ഞത്. യളിരിബു എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവിടെ യളിരിബുവിന് ഏതിന്റെ പൊസിഷനാണ്? ഇസ്മിന്റെ പൊസിഷനാണ്. ഏതാണ് ആ ഇസ്മ? വാരിബ്. വാരിബ് എന്നുള്ളതിന്റെ പൊസിഷനാണ്. അതാണ് ഇസ്മിന്റെ സ്ഥാനത്ത് സംഭവിക്കുക എന്ന് പറഞ്ഞ ആ സെന്റൻസ്. മനസ്സിലായോ? എന്താ അർത്ഥം? അത് പറഞ്ഞാൽ ഏത്? ആര്?
മുലാരിക്ക് മുലാരിയായ ഫീലിന് റഫ് ആ സംഭവിക്കാം. മുലാരിയായ ഫീല് സംഭവിക്കുക എന്നുള്ളത് മൗഖി അൽ ഇസ്മി ഏതിന്റെ സ്ഥാനത്ത് സംഭവിക്കുക? ഇസ്മിന്റെ ഇസ്മിന്റെ സ്ഥാനത്ത്. ഇസ്മിന്റെ സ്ഥാനത്ത് സംഭവിക്കുക എന്ന് പറഞ്ഞത് ഹുവ അത്, അന്നക തീർച്ചയായിട്ടും നീ, ഇദാ കുൽത നീ എന്താക്കിയാൽ, നീ പറഞ്ഞാൽ എന്ത് പറഞ്ഞു? മറർത്തു ഞാൻ നടന്നു, ബിറജുലിൻ ലാരിബിൻ അടിക്കുച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുരുഷന്റെ അടുത്ത് കൂടെ ഞാൻ നടന്നു എന്ന് നീ പറഞ്ഞാൽ, അവിടെ യളിരിബു ആ മുദാരിയായ ഫീലിന് അവിടെ എന്തുണ്ട്? റഫുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ഫക അന്നക എന്താ അർത്ഥം? നീ ആയതുപോലെയാണ്. ആയതുപോലെയാണ്. കുൽത നീ എന്തായതുപോലെയാണ്? പറഞ്ഞതുപോലെ പറഞ്ഞവനെ പോലെയാണ്. എന്താണ് നീ പറഞ്ഞത്? മറർത്തു ബിറജുലിൻ ലാരിബിൻ, മറർത്തു ബിറജുലിൻ ലാരിബിൻ എന്ന് പറഞ്ഞാൽ ഈ ലാരിബിന്റെ സ്ഥാനാണ് ആർക്കുള്ളത്? യളിരിബൂനുള്ളത്. ുള്ളത്. അതാണ് പറഞ്ഞത് മുദാരിയായ ഫീൽ ഏതിന്റെ സ്ഥാനത്ത് സംഭവിക്കും എന്ന് പറഞ്ഞത്? ഇസ്മിന്റെ സ്ഥാനത്ത് എന്താക്കും എന്ന് പറഞ്ഞത്? സംഭവിക്കുന്നത് കൊണ്ടാണ് മുദാരിയായ ഫീലിന് എന്ത് കിട്ടുന്നത്? റഫ് കിട്ടുന്നത്. ആ പറഞ്ഞ മനസ്സിലായോ? ആദ്യം പറഞ്ഞ ഉദാഹരണം ഏതാ? മറർത്തു ഞാൻ നടന്നു, ബിറജുലിൻ ഒരു പുരുഷന്റെ അടുത്ത് കൂടെ, ലാരിബിൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന, അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് കൂടെ ഞാൻ നടന്നു എന്ന് പറഞ്ഞാൽ അത് ഏതുപോലെയാണ്? മറർത്തു ബിറജുലിൻ പിന്നെ യളിരിബു എന്നുള്ളത് ഏതിന്റെ സ്ഥാനത്താണ്? ലാരിബിന്റെ സ്ഥാനത്ത്. മറർത്തു ബിറജുലിൻ ലാരിബിൻ എന്ന് പറഞ്ഞതിന്റെ സ്ഥാനത്താ. എന്ന് പറഞ്ഞാൽ അവിടുത്തെ ലാരിബ് യളിരിബു എന്നുള്ളത് ഏതിന്റെ സ്ഥാനത്താണുള്ളത്? ഇസ്മിന്റെ സ്ഥാനത്ത്. ഏതാണ് ആ ഇസ്മ്? യളിരിബു എന്നുള്ളത് ഏതിന്റെ സ്ഥാനത്താണുള്ളത്? ലാരിബിന്റെ സ്ഥാനത്താണുള്ളത്. അതാ അപ്പൊ എന്താ പറഞ്ഞത്? ഫസ്ലുൻ വൽ ഫിഅലുൽ മുസ്തഖ്ബിലു മുസ്തഖ്ബിലായ ഫിഅല് റഫ്ഉൻ അതെന്താക്കപ്പെട്ടതാണ്? റഫ് ചെയ്യപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് അതിന് റഫഅ് വരുന്നത്? ലിവുഖൂഇഹി ആര് സംഭവിച്ചതിന് വേണ്ടി? മുദാരിയായ ഫീൽ സംഭവിച്ചത്. ഈ എന്ന് പറഞ്ഞാൽ മുദാരിക്ക മടക്കുന്ന മുസ്തഖ്ബിൽക്ക് ആ ലമീറൊക്കെ മടക്കി കൊടുത്താലേ തൊള്ളൊഴിച്ചിരിക്കണ്ട. ലിവുഖൂഇഹി ആ മുസ്തഖ്ബിലായ ഫീല് സംഭവിച്ചതിന് വേണ്ടി, മൗഖി അൽ ഇസ്മി ഏതിന്റെ സ്ഥാനത്ത്? ഇസ്മിന്റെ സ്ഥാനത്ത്. അപ്പൊ മുദാരിയായ ഫീലിന് റഫഅ് ചെയ്യാൻ എന്താണ് കാരണം? ആ മുദാരിയായ ഫീൽ ഏതിന്റെ സ്ഥാനത്താണുള്ളത്? ഇസ്മിന്റെ സ്ഥാനത്ത്. മുദാരിയായ ഫീൽ ഏതിന്റെ സ്ഥാനത്താണ്? ഇസ്മിന്റെ സ്ഥാനത്ത്. ഈ മുദാരിയായ ഫീൽ ഇസ്മിന്റെ സ്ഥാനത്ത് എന്തെന്നാ? യളിരിബു എന്നുള്ള സ്ഥാനത്ത് ലാരിബ് എന്ന് വരാൻ പറ്റും. എന്നെ സെയ്ദുൻ യളിരിബു എന്ന് പറഞ്ഞിട്ട് എങ്ങനെ പറയാ? എങ്ങനെ പറയാ? സെയ്ദോൻ ലാരിബു എന്ന് പറയാ. ലാരിബുൻ എന്നുള്ളതിന്റെ പൊസിഷനാണ് ആർക്ക് കിട്ടിയിരിക്കുന്നത്? ആർക്ക് കിട്ടിയിരിക്കണത്? യളിരിബു എന്നുള്ളതിന്. അതായത് യളിരിബു എന്നുള്ളതിന്റെ സ്ഥാനത്ത് ആര് വരാൻ പറ്റും? ലാരിബെന്ന് വരാൻ പറ്റും. ലാരിബെന്ന് വരാൻ പറ്റും. അതാണ് പറയുന്നത്. അതാ ഇസ്മിന്റെ സ്ഥാനത്ത് സംഭവിക്കുക പറഞ്ഞ രണ്ടും ഒരേ ആശയായിരിക്കും. ആശയം ഒന്നേ കാരം. പക്ഷെ ഒന്ന് അടിക്കുന്നവെന്നാണ്, ഒന്ന് അടിക്കുന്ന ഇക്കാരം. അർത്ഥത്തിന് മാറ്റം ഉണ്ടാകും. സെയ്ദുൻ യളിരിബു എന്ന് പറഞ്ഞാൽ സെയ്ദ് അടിക്കും എന്നാണ് അർത്ഥം. സെയ്ദും ലാരിബു എന്ന് പറഞ്ഞാൽ സെയ്ദ് അടിക്കുന്നവെന്നാണ് അർത്ഥം. ഒന്ന് ഫീലിന്റെ അർത്ഥയിക്കാരം, ഒന്നിന് ഇസ്മിന്റെ അർത്ഥയിക്കാരം. പക്ഷെ അതൊരു ന്യായാണ് ആ പറയുന്നത്. എന്താണ് ഒരു ന്യായം? മുദാരിയായ ഫീലിന് റഫഅ് കിട്ടാനുള്ള കാരണം എന്താണ്?
മുലാരിയായ ഫീലിന്റെ സ്ഥാനത്ത് ഏത് വരാൻ പറ്റും? ഇസ്മ വരാൻ പറ്റും. ആ ഇത് ആ ഇത് ഏത് ഇസ്മാണെങ്കിൽ ഇങ്ങനെ അർത്ഥം കിട്ടില്ല ആ അവിടെ യക്കുത്തുരു എന്നാണ് നോക്കുക. സയ്യിദുൻ യക്കുത്തുരു. അപ്പൊ എങ്ങനെ പറയാ? സയ്യിദുൻ ഖാത്തിലുൻ. ഖാത്തിലുൻ. സയ്യിദുൻ യക്കുത്തുബു. എങ്ങനെ പറയാ? കാത്തിബുൻ. ഖാത്തിബുൻ. സയ്യിദുൻ ഖാത്തിബുൻ. സയ്യിദുൻ യജ്ലിസു. സയ്യിദുൻ ജാലിസുൻ. ജാലിസുൻ. സയ്യിദുൻ യൻസുറു. നാസിറൻ. സയ്യിദുൻ നാസിറൻ. നാസിറുൻ. എല്ലാം പറ്റും. ഒരു മുലാരിയായ ഫീൽ എവിടെ വന്നോ ആ മുലാരിയായ ഫീലിന് അതിന്റെ ഇസ്മു ഫായിലിന്റെ സ്ഥാനത്ത് സംഭവിച്ച പ്രതീതിയാ ഉണ്ടാകുക. ഇനി എപ്പോഴാണ് മുലാരിയായ ഫീലിന് റഫഅ് കിട്ടുക? മാലം യദ്ഖുൽ അലൈഹി. അലൈഹി പറഞ്ഞ ആരമേൽ? മുലാരിയായ ഫീലിന്റെ മേലിൽ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ. ഹർഫുൻ നാസിബുൻ. ഏത് പ്രവേശിച്ചിട്ടില്ലെങ്കിൽ? നസ്ബിന്റെ ഹർഫ് പ്രവേശിച്ചിട്ടില്ലെങ്കിലാണ് മുലാരിയായ ഫീലിന് എന്ത് കിട്ടുക? റഫ് കിട്ടുക. അതാ അങ്ങനെ പോണം. പ്രവേശിച്ചിട്ടില്ലെങ്കിലാണ് തൊള്ളഞ്ഞിരിക്കല്ല. മാലം യദ്ഖുൽ അലൈഹി, മുലാരിന്റെ മേലിൽ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ ഹർഫുൻ നാസിബുൻ. ഏത് പ്രവേശിച്ചിട്ടില്ലെങ്കിൽ? നസ്ബിന്റെ ഹർഫ്. അക്ഷരം പ്രവേശിച്ചിട്ടില്ലെങ്കിലാണ് മുലാരിക്ക് എന്ത് കിട്ടുക? റഫ് കിട്ടുക. കടന്നാല മുലാരിക്ക് എന്തേക്കാരം? റഫായിരിക്കും, നസ്ബായിരിക്കും. ഉദാഹരണം ഫതൻസിബുഹു. അപ്പോൾ ഇനി ആ മുലാരിയായ ഫീൽഡ് നസ്ബ് ചെയ്യും. എപ്പോൾ നസ്ബ് ചെയ്യും? നസ്ബിന്റെ അക്ഷരം പ്രവേശിച്ചാൽ. മുലാരിയായ ഫീൽഡ് ഏത് പ്രവേശിച്ചു? നസ്ബിന്റെ അദാത്ത് പ്രവേശിച്ചാൽ ഫതൻസിബു, അപ്പോൾ നീ നസ്ബ് ചെയ്യും. ആ മുലാരിക്ക് നസ്ബ് ചെയ്യും. ഉദാഹരണം നഹ്വു ലൻ യളിബ. യളിബ എന്നുള്ളതിന് അവിടെ റഫഅ ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട്? ലന്റെ പ്രവേശമുണ്ട്. ആ യളിബന്റെ മുമ്പ് ഏതുണ്ട്? ലന്നുണ്ട്. ഔ ഹർഫുൻ ജാസിമുൻ. അല്ലെങ്കിൽ ഏത് പ്രവേശിച്ചിട്ടില്ലെങ്കിൽ? ജസ്മിന്റെ ഹർഫ്. അക്ഷരം പ്രവേശിച്ചിട്ടില്ലെങ്കിൽ. അങ്ങനെ ഫതജ്സിമുഹു, ജസ്മിന്റെ അക്ഷരം പ്രവേശിച്ചാൽ ഫതജ്സിമു, അപ്പോൾ നീ എന്താക്കും? ജസ്മ ചെയ്യും. ആർക്ക്? മുലാരിയായ ഫീലിന്. യദ്രിബു എന്നാണ് മുലാരി. ആ യദ്രിബു പറഞ്ഞാൽ ആര് പ്രവേശിച്ചു? ലമ്മ പ്രവേശിച്ചു. ഇനി അവിടെ യദ്രിബു എന്ന് വായിക്കാൻ പാടില്ല. എങ്ങനെ വായിക്കണം? ലം യദ്രിബ് എന്ന് വായിക്കണം. പിന്നെ എന്തായി മുലാരിയായ ഫീൽ ഇസ്മിന്റെ സ്ഥാനത്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ മുലാരിയായ ഫീലിന്റെ സ്ഥാനത്ത് ഏത് വരാൻ പറ്റണം? ആ ഫീലിൽ നിന്നുള്ള ഏത് വരാൻ പറ്റണം? ഒരു മുലാരിയായ ഫീല് വന്നാൽ ആ മുലാരിയായ ഫീലിന്റെ സ്ഥാനത്ത് ഏത് വരാൻ പറ്റണം? ഏത് ഇസ്മ വരാൻ പറ്റണം? ആ മുലാരിയായ ഫീലിന്റെ ഏത് വരാൻ പറ്റണം? ഇസ്മ വരാൻ പറ്റും. ഇസ്മേ വരാൻ പറ്റും. ഫായില് വരാൻ പറ്റണം. ഇസ്മ ഫായില് വരാൻ പറ്റണം. അതിന്റെ ഉദാഹരണമാണ് ആ പറയുന്നത്. ആ മുലാരിയായ ഫീല് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ മൗഖി അൽ ഇസ്മി, ഏതിന്റെ സ്ഥാനത്ത്? ഇസ്മിന്റെ സ്ഥാനത്ത് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഹുവ, അത്, അന്നക. എന്താർത്ഥം? എന്താ അന്നക പറഞ്ഞ? തീർച്ചയായും നീ. തീർച്ചയായിട്ടും നീ. ഇദാ ഖുൽത, നീ പറഞ്ഞാൽ. എന്ത് പറഞ്ഞു? മറർത്തു, ഞാൻ നടന്നു. നടന്നു. മറർത്തു, ആരെ? ഞാൻ നടന്നു. ബിറജുലിൻ, ഒരു പുരുഷന്റെ അടുത്തുകൂടെ. എങ്ങനത്തെ പുരുഷനാണ്? യളിരിബു, അവൻ എന്താക്കുന്നുണ്ട്? അടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരാളെ, ഒരു പുരുഷന്റെ അടുത്ത് കൂടെ നടന്നു എന്ന് നീ പറഞ്ഞാൽ എന്താർത്ഥം? നീ പറഞ്ഞതുപോലെ. പോലെയാണ്. എന്ത് പറഞ്ഞവനെ പോലെയാണ്? മറർത്തു ബിറജുലിൻ ലാരിബിൻ എന്ന് പറഞ്ഞാൽ ഈ ലാരിബിന്റെ സ്ഥാനമാണ് ഇവിടെ ആർക്കുള്ളത്?
ലാരിബ് എന്നുള്ളതിന്റെ സ്ഥാനത്താണ് ആര് വന്നിക്കണത്? യദ്രിബു വന്നിക്കണത്. ആ യദ്രിബുവിന്റെ സ്ഥാനത്ത് ഇവിടെ ആര് വരാൻ പറ്റുന്നുണ്ട്? ലറബന്റെ ഇസ്മു ഫായിലായ ലാരിബിന് വരാൻ പറ്റുന്നുണ്ട്. ലാരിബ് വരാൻ പറ്റുന്നുണ്ട്. അതാവാ വുഖൂഉഹു. എന്താ അർത്ഥം? അത് സംഭവിക്കും. ഏത് സംഭവിക്കുന്നല്ല, സംഭവിക്കുക എന്നത്. സംഭവിക്കുന്ന ഫീല. അതെ. വുഖൂ പറഞ്ഞ മസ്തറാണ്, ഇസ്മാണ്, ഫീലല്ല. അപ്പൊ എന്താ അർത്ഥം? വുഖൂഉഹു. ആ മുലാരിയായ ഫീൽ എന്താക്കല്? സംഭവിക്കുക എന്നത്. എന്നത് മൗക്കി അൽ ഇസ്മി. ഏതിന്റെ സ്ഥാനത്ത്? ഇസ്മിന്റെ സ്ഥാനത്ത്. സംഭവിക്കുക എന്നുള്ളത് ഹുവ അത്, അന്നക തീർച്ചയായും നീ, ഇദാ ഖുൽത നീ പറഞ്ഞാൽ, മറർതു ബി റജുലിൻ യദ്രിബു എന്ന് പറഞ്ഞാൽ ഫക അന്നക ഖുൽത, നീ ആരെ പോലെയായി? നീ പറഞ്ഞവനെ പോലെയായി. ഫക അന്നക, നീ ആയവനെ പോലെയായി. ഖുൽത, നീ പറഞ്ഞവനെ പോലെയായി. എന്ത് പറഞ്ഞവനെ പോലെയായി? മറർത്തു ബി റജുലിൻ ലാരിബിൻ എന്ന് പറഞ്ഞവനെ പോലെ. എന്ന് പറഞ്ഞാൽ ആ യദ്രിബുവിന്റെ ഇതിന്റെ പൊസിഷനാണ്, ലാരിബിന്റെ പൊസിഷനാണ്. വഹുവ, ഈ ലാരിബി എന്നുള്ളത് ഇസ്മുൽ ഫായിലി. ഏതാണ്? ഇസ്മു ഫായിലാണ്. ലാരിബ് എന്നുള്ളത് ലറബന്റെ ഏതാണ്? ഫായിലാണ്. അപ്പൊ ഇന്നിപ്പോ എന്താ ഇപ്പൊ മൊത്തം പഠിച്ചത്? മുദാരിയായ ഫീലിന് റഫൈ ചെയ്യാൻ രണ്ട് ന്യായങ്ങളാണ് പറയപ്പെട്ടത്. ഏതാ രണ്ട് ന്യായം? ഒന്ന്, മുദാരിന്റെ മുമ്പ് ഏതില്ലാതിരിക്കുക? നസ്ബിന്റെയോ ജസ്മിന്റെയോ അദാത്തുകൾ ഇല്ലെങ്കിൽ അപ്പോഴാണ് റഫ കിട്ടുക. അല്ലെങ്കിലോ വേറെ വിഭാഗം പറയുന്നത് എന്താ? മുദാരിയായ ഫീലിന് എന്തുകൊണ്ടാണ് റഫ കിട്ടുന്നത്? മുദാരിയായ ഫീൽ അതിന്റെ സ്ഥാനത്ത് സംഭവിക്കുന്നുണ്ട്, ഇസ്മിന്റെ സ്ഥാനത്ത് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മുദാരിയായ ഫീലിന് റഫ കിട്ടിയത്. ഇപ്പൊ മറത്തു ബി റജുലിൻ യദ്രിബു എന്ന് പറഞ്ഞാൽ ആ യദ്രിബുവിന്റെ അതിന്റെ സ്ഥാനാണുള്ളത്, ലാരിബിന്റെ സ്ഥാനാണ് ഉള്ളത്. അതുകൊണ്ടാണ് അവിടെ റഫ കിട്ടിയത്. പഠിക്കാൻ മനസ്സിലായിക്കോളി മാണെങ്കിൽ കഷ്ടതല്ല എല്ലാം 14 ആളാണുള്ളത്. ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി കിടക്കുക? എവിടെ പോലൊക്കെ